സോ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് കാണുന്നതിന് മുമ്പേ ലെറ്റ് മീ അഡ്രസ് ദി എലിഫൻറ്റ് ഇൻ ദ റൂം. ഈ പടം കാണുന്നതിൻ്റെ മുമ്പേ കഴിഞ്ഞ 5 ഫൈനൽ ഡെസ്റ്റിനേഷൻ പടങ്ങൾ കാണണമെന്ന് നിർബന്ധമാണോ, ആവശ്യമാണോ, വേണ്ടയോ? വെൽ, ദി ആൻസർ ഈസ് വാട്ട് ഈസ് അപ്പ് ഗൈസ്, യു ആർ ഓൾറെഡി വാച്ചിങ് സിനിമ ഈസ് ലൈഫ്. ഇന്ന് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫിലിംസ് എന്ന് വെച്ചാൽ എങ്ങനെ മനുഷ്യരെ ക്രിയേറ്റീവ്ലി ബട്ട് ബ്രൂട്ടലി കൊല്ലാവുന്ന ടൈം ആൻഡ് ടൈം അഗെയിൻ നമ്മളെ കാണിച്ചിരിക്കുന്ന ഒരു ഫിലിം സീരീസാണ്. 5 ഫിലിംസ് ഓൾറെഡി റിലീസായിട്ടുണ്ട്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് 6ാമത്തെ ഫിലിമാണ് ഈ ഫിലിം ഫ്രാഞ്ചൈസിൽ. ഉള്ള കാര്യം പറയാമല്ലോ, നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫിലിംസ് കാണുമ്പം ഇതിനകത്ത് ഡയറക്ടർ ആരാ, ആക്ടർ ആരാ, അത് മ്യൂസിക് ചെയ്ത ആരാ, ടെക്നിക്കൽ ആരാ, അതൊന്നും നമ്മൾ നോക്കാറില്ല. ഓൾ വി കെയർ അബൌട്ട് ഈസ് ഡെത്ത് സീൻസ്. എൻ്റെ ഫേവറേറ്റ് ഡെത്ത് സീക്വൻസ് ഏതാണെന്ന് വെച്ചാൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ 2ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വുഡൻ ലോക്സ് കൊണ്ടുപോകുന്ന ട്രക്ക് ആക്സിഡൻ്റ് ആയി ഹൈവേയിൽ ഡെത്ത്സ് ഉണ്ടാക്കുന്ന ആ സീക്വൻസ്, അതാണ് എൻ്റെ ഫേവറേറ്റ്. സെക്കൻഡ് ഫേവറേറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ 5ൻ്റെ അകത്ത് ബ്രിഡ്ജ് പൊട്ടി വീഴുന്ന സീക്വൻസ്, അതെൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് സീനാണെന്ന് പറയാം. ഞാൻ കുറേ ക്രിയേറ്റീവ് അടിപൊളി ഡെത്ത് സീക്വൻസസ് ഉണ്ട്. ഇസ് വൺ ഓഫ് ദ വെരി ഫ്യൂ ഫിലിംസ് ഇൻ വിച്ച് നമ്മൾ ഡെത്ത് സംഭവിക്കാൻ കാത്തിരിക്കുവാണ്, മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് ഇൻ എ വെരി ഫൺ ആൻഡ് എൻ്റർടൈനിങ് വേ. ക്രിയേറ്റീവ് യെറ്റ് ബ്രൂട്ടൽ. ദാറ്റ് ഇസ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫോർ യു. സോ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് കാണുന്നതിന് മുമ്പേ ലെറ്റ് മീ അഡ്രസ് ദി എലിഫൻറ്റ് ഇൻ ദ റൂം. ഈ പടം കാണുന്നതിൻ്റെ മുമ്പേ കഴിഞ്ഞ 5 ഫൈനൽ ഡെസ്റ്റിനേഷൻ പടങ്ങൾ കാണണമെന്ന് നിർബന്ധമാണോ, ആവശ്യമാണോ, വേണ്ടയോ? വെൽ, ദി ആൻസർ ഈസ് നോ. സ്റ്റോറി പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടങ്ങൾ കാണാത്ത ഒരാൾക്കും ഈ മൂവി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെങ്കിൽ ഈ പഴയ പടങ്ങൾ കണ്ടിരിക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ മൂവിക്കകത്ത് കുറേ ക്ലോഷേഴ്സ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ടോണി ടോഡ് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ, പുള്ളി ഓൾമോസ്റ്റ് എല്ലാ ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവീസിൻ്റെ അതൊരു ക്യാമിയോ പോലെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഈ പുള്ളിയെ കാണുമ്പോൾ ഓർക്കും പുള്ളിക്ക് എങ്ങനെ അതിനെക്കുറിച്ചെല്ലാം അറിയാവുന്നത്, പുള്ളിക്ക് എങ്ങനെ അറിയാവുന്ന ഈ ആൾക്കാർ മരിക്കും, ഇവരെ കാണാൻ വരുമെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് അതിനൊരു ക്ലോഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവീസിൻ്റെ അകത്ത് മരിച്ച ആൾക്കാർ, അപ്പം നമ്മൾ ഓർത്തേക്കുന്ന ഇവരെല്ലാം റാൻഡം ആൾക്കാരാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു റീസൺ കൊടുത്തിട്ടുണ്ട്, ഈ ആൾക്കാരൊക്കെ എന്തിനാണ് മരിച്ചത്, ഈ ആൾക്കാർ മാത്രം എന്തോ മരിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെ കുറേ ചെറിയ കാര്യങ്ങൾക്ക് ഈ മൂവിക്കകത്ത് ക്ലോഷർ കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ആസ് എ സ്റ്റോറി പോയിന്റ് ഓഫ് വ്യൂ ഇത് ആവശ്യമില്ല. കാരണം ഈ മൂവി സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. പക്ഷെങ്കിൽ ഇതെല്ലാം കണ്ടിരിക്കുന്നത് നമുക്ക് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് നൽകും ഈ മൂവിക്കകത്ത്. ടൈം സേവ് ചെയ്യാൻ വേണ്ടി 5 ഫിലിംസും കാണണമെന്നില്ല. ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 and 2 മാത്രം കണ്ടാലും ഇത് നിങ്ങൾക്ക് പ്രോപ്പർലി അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. 2 ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. 2 മാത്രം കണ്ടാൽ മതി. പക്ഷേ 2 കാണണമെങ്കിൽ 1ഉം കാണണം. സോ ദാറ്റ്സ് വൈ ഐ സെഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 and 2 ഇതിൻ്റെ മുമ്പേ കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇനി പടം എങ്ങനെയുണ്ടെന്ന് പറയാം. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ആസ് എ മൂവി ഗൈസ് ഒരു പൊട്ട പടമാണ്. ഉള്ള കാര്യം പറയാമല്ലോ. പഴയ ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവീസിൻ്റെ അകത്ത് മരിക്കുന്ന ആൾക്കാർ ദേ ആർ ഐദർ ഫ്രണ്ട്സ് ഓർ സ്ട്രേഞ്ചേഴ്സ്. ഇതിൻ്റെ അകത്ത് ഇവർ പുതിയൊരു ഫാമിലി കോൺസെപ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഫാമിലിക്കകത്തുള്ള ആൾക്കാരാണ് മരിക്കുന്നത്. ഈ ഫാമിലി കോൺസെപ്റ്റ് കാരണം എൻ്റെ ദൈവമേ ക്രിഞ്ച് ഡയലോഗ്സും സീക്വൻസസാണ്. ഈ ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസ് ക്രിഞ്ചാക്കിയ പോലെ മൈ ഫാമിലി, ലാ ഫാമിലിയ, ഇതിൻ്റെ അകത്ത് ആക്കുന്നതും തന്നെ. ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ്, ദ ലോജിക് ബിഹൈൻഡ് ഹൗ ദേ ആർ ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം ദ ഡെത്ത്. അതിവർ പഴയ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവിയുടെ സെയിം ക്ലൈമാക്സ് ആണ് കോപ്പി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇവരിത് അക്നോളജ് ചെയ്യുന്നുണ്ട് ഈ മൂവിക്കകത്ത് തന്നെ. പക്ഷേങ്കിൽ ഒരു പുതുമ വേണ്ടേ, ഒരു ഇന്നോവേഷൻ വേണ്ടേ? ആ പഴയ സംഭവം തന്നെ സെയിം. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ഫാമിലി ക്രിഞ്ചും പിന്നെ ഈ ക്ലൈമാക്സിൻ്റെ കോപ്പി ചെയ്തിരിക്കുന്ന കാരണം എനിക്ക് ഈ ഓവറോൾ മൂവിയുടെ സ്റ്റോറി ഒരു അണ്ടർവെൽമിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് വാസ് ഡീസൻറ്റ്, ഓക്കെ, ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് എല്ലാം ഡൗൺ ഹില്ലായിരുന്നു. നൗ the reason why we all come to watch Final Destination films, the killing sequences, the death sequences ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ സ്റ്റോറി പോലെ തന്നെ ഫസ്റ്റ് ഹാഫിലുള്ള ഡെത്ത് സീക്വൻസസ് നല്ല രസമായിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ അകത്തൊരു സീക്വൻസ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ, ട്രെയിലറിലുള്ള സീക്വൻസ് ആണ്. ഒരു വലിയ ഹൈ റൈസ് ടവർ പൊട്ടി വീഴുന്ന ആൾക്കാർ മരിക്കുന്നത്. ആ സീക്വൻസ് ഒക്കെ നല്ല രസമാണ്. ഫസ്റ്റ് ഹാഫിലുള്ള കില്ലിംഗ് സീക്വൻസസ് എല്ലാം നല്ല എൻ്റർടൈനിങ് ആണ്. സെക്കൻഡ് ഹാഫിലുള്ള കില്ലിംഗ് സീക്വൻസ് ഈ ഫാമിലിയും ക്രിഞ്ചിൻ്റെ കൂടെ, ഒന്നാമത് ഈ ഫാമിലിയും ക്രിഞ്ചും കാരണം നമ്മൾ അങ്ങ് ഇറിറ്റേറ്റ് ആയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തീരണമെന്ന്. അണ്ടർവെൽമിംഗ് കില്ലിംഗ് സീക്വൻസസ് ആണ് സെക്കൻഡ് ഹാഫിലുള്ളത്. എളുപ്പമാണ് ആൾക്കാർ മരിക്കുന്നത്, ഒരു ലോജിക് ഒന്നും ഇല്ലാതെ. അപ്പം ദാറ്റ്സ് ദ ഹോൾ എന്താ പറയുന്ന റിവ്യൂ ഓഫ് ദ ഫിലിം. ഫസ്റ്റ് ഹാഫ് വാസ് സ്റ്റിൽ ഡീസൻറ്റ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് അത് സ്റ്റോറി ആയാലും കില്ലിംഗ് സീക്വൻസസ് ആയാലും എല്ലാം ഒരു അണ്ടർവെൽമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പടം ഒത്തിരി ലെങ്ത്തുള്ള പടമൊന്നുമല്ല, ചെറിയൊരു 1.5 hours പടമാണ്. അതുകൊണ്ട് എളുപ്പം തീരും. ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ വിച്ച് ഐ ഫെൽറ്റ് വിത്ത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ഇസ് ദാറ്റ് സ്റ്റോറിക്കകത്ത് ഇപ്പോഴും ഒരു പുതുമയില്ല. ഇതിൻ്റെ മുമ്പേ ഇറങ്ങിയ ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 റിലീസായത് 2011 വി ആർ ഇൻ 2025. 14 yearsൻ്റെ ഒരു ഗ്യാപ്പിൻ്റെ ശേഷമാണ് ഈ ഒരു മൂവി റിലീസാകുന്നത്. പക്ഷെങ്കിൽ ഇപ്പോഴും പണ്ടത്തെ ആ സെയിം സംഭവം തന്നെ. സ്റ്റോറിക്കകത്ത് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. ഡെത്ത് സീക്വൻസസ് വെച്ച് നോക്കുകയാണെങ്കിലും പണ്ട് നമ്മൾ കണ്ട ആ ഡെത്ത് സീക്വൻസസ് പോലെ സിമിലർ ഡെത്ത് സീക്വൻസസ് ആണ്. ഒരു പുതുമയില്ല, ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ, 2 ദിവസം കഴിഞ്ഞ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ് റിലീസ് ആവുകയാണ്. മിഷൻ ഇമ്പോസിബിൾ മൂവീസിൻ്റെ അകത്ത് എല്ലാ മൂവിയിലും കാണുന്ന സ്റ്റണ്ട് ഈസ് ഡെഫിനറ്റ്ലി ബെറ്റർ ദൻ ദ പ്രീവിയസ് മിഷൻ ഇമ്പോസിബിൾ ഫിലിം. സോ ദാറ്റ്സ് എൻ അപ്ഗ്രേഡ്. സ്റ്റോറി നോക്കുകയാണെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ദ റീസെൻറ്റ് മിഷൻ ഇമ്പോസിബിൾ മൂവി, അതിൻ്റെ അകത്ത് വില്ലൻ എന്ന് വെച്ചാൽ AI ആണ്. സോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് റിലേറ്റ് ചെയ്താണ് ഇവർ സ്റ്റോറി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ആ പഴയ കണ്ട സംഭവം തന്നെയാണ്. ഡെത്ത് സീക്വൻസസ് ആണെങ്കിലും മരിക്കുന്ന എന്തുവാ സിനാരിയോസും സിറ്റുവേഷൻസും ബ്രൂട്ടൽ ആണെങ്കിലും ബട്ട് ഇറ്റ്സ്
സിമിലർ ടു വാട്ട് വി ഹാവ് ഓൾറെഡി സീൻ. ഇതിൻ്റെ അകത്ത് ഒരു പുതുമ ഒന്നുമില്ല. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഫെൽറ്റ്. ഇതൊരു റെപ്പറ്റീഷൻ ആയിട്ട്, പിന്നെ അതിൻ്റെ കൂടെ ഈ ക്രിഞ്ച് ഫാമിലി ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് ഓവറോൾ ഫോർ മീ ഇറ്റ് വാസ് ആൻ അണ്ടർവെൽമിങ് എക്സ്പീരിയൻസ്. സോ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ഈ മൂവി തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ ഉള്ള കാര്യം പറയാമല്ലോ. ഇതിൻ്റെ മുമ്പിലത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫിലിംസ് എല്ലാം ഞാൻ either ടി വിയിലല്ല ലാപ്ടോപ്പിലാണ് കണ്ടത്. അതിൻ്റെ അകത്തും കണ്ടിട്ട് ഞാൻ നല്ലപോലെ എൻ്റർടൈൻ ആയിട്ടുണ്ട്. സോ ഐ ബിലീവ് ഈ മൂവിയും നമ്മൾ ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ നമ്മൾ ടി വിയിലോ അല്ല ലാപ്ടോപ്പിലോ വെച്ച് കാണുമ്പോഴും നല്ല എൻ്റർടൈൻ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം തിയേറ്ററിൻ്റെ അകത്ത് കാണാനുള്ള ഇതിൻ്റെ അകത്തൊന്നും ഒരു സ്പെഷ്യൽ സംഭവം ഒന്നും ഇല്ലായിരുന്നു. സോ ഐ മീൻ ഇഫ് യു വാണ്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്, ബട്ട് ഇഫ് യു വാച്ച് ഇറ്റ് ഓൺ TV or phone also, that's fine. So this is my review of Final Destination Bloodlines, guys. I will be back with another review, another video. Till then, take care. Goodbye.